السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും വലുത്, ഏറ്റവും പ്രാധാന്യമുള്ളത്, ഏറ്റവും വിലപ്പെട്ടത് ഹിദായത്ത് എന്ന ലക്ഷ്യമാണ്. നമ്മുടെ ഏതേതവസ്ഥയിലും, നമ്മുടെ ഹറക്കാത്തിലും സക്കനാത്തിലും നാം ചലിക്കുന്നുണ്ടെങ്കിൽ അതിലും, നാം മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിലുമെല്ലാം ഹിദായത്ത്, നേരായ മാർഗം, ശരിയായ നിലപാട്, അതിലേക്ക് അല്ലാഹു നമ്മെ എത്തിക്കേണ്ടതുണ്ട്. നോക്കൂ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലും നിലവിലുള്ള കാലഘട്ടത്തിലും വരാനിരിക്കുന്ന കാര്യങ്ങളിലുമെല്ലാം അവൻ ഹിദായത്തിന് ആവശ്യക്കാരനാണ്. സൗഭാഗ്യം ഹിദായത്തുള്ളവർക്ക് മാത്രമാണ്. യഥാർത്ഥ സമാധാനം ഹിദായത്ത്, സന്മാർഗം നേടിയവർക്ക് മാത്രമാണ്. ഓരോ മുസ്ലിമിൻ്റെയും ലക്ഷ്യം അവൻ്റെ ദുനിയാവിൻ്റെ കാര്യങ്ങളിലാകട്ടെ, അവൻ്റെ പരലോക വിഷയത്തിലാകട്ടെ, ശരിയായ വഴിയിലാവുക, ഹിദായത്ത് ലഭിക്കുക എന്നതാണ്. നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അതുകൊണ്ട് ഹിദായത്തിൻ്റെ കാര്യം ഏറെ പ്രാധാന്യത്തോടെ, മുന്തിയ പരിഗണനയോടെ പരാമർശിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. വിജയം, യഥാർത്ഥ വിജയം അത് ഹിദായത്തിലൂടെ, സന്മാർഗത്തിലൂടെ മാത്രമാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലം യകുൻ നബിയ്യുൻ ഖബ്ലി ഇല്ലാ കാന ഹഖ്ഖൻ അലൈഹി അൻ യദുല്ല ഉമ്മതഹു അലാ ഖൈരി മാ യഅലമുഹു ലഹും വയുൻദിറുഹും ശർറ മാ യഅലമുഹു ലഹും വയുൻദിറഹും ശർറ മാ യഅലമുഹു ലഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏതൊരു നബി എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടോ ആ നബിമാരുടെ എല്ലാം ബാധ്യതയാണ് അവരറിയുന്ന ഏറ്റവും ശരിയായ വഴിയിലേക്ക് ഉമ്മത്തിനെ വഴി നടത്തണം, ഉമ്മത്തിനത് പറഞ്ഞു കൊടുക്കണം, അവർക്കത് കാട്ടിക്കൊടുക്കണമെന്നത്. അവർ മനസ്സിലാക്കിയിട്ടുള്ള തിന്മയിൽ നിന്ന്, അപകടത്തിൽ നിന്ന് ഉമ്മത്തിനെ താക്കീത് നൽകണം എന്നത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹിദായത്തിൻ്റെ വഴി, നേരായ മാർഗം അത് സമ്പൂർണമായി വരച്ചു കാട്ടിയിട്ടു മാത്രമാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നിതാ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന അള്ളാഹുവിൻ്റെ വഹി അവതരിച്ചതിനു ശേഷം മാത്രമാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന്
വിട പറഞ്ഞു പോയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹിദായത്തിൻ്റെ വഴി, ആ മാർഗം, അതിൻ്റെ അടയാളങ്ങൾ വളരെ വ്യക്തമാണ്. അതിലേക്ക് വഴി നടത്തുന്ന വെളിച്ചം അത് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ തെളിഞ്ഞുണ്ട്. ആ വഴിയിലേക്കുള്ള കവാടങ്ങൾ നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞ കവാടങ്ങളാണ്. ആർക്കും ഇരുട്ടിൽ തപ്പേണ്ട ആവശ്യം വരികയില്ല. മറിച്ച് എന്താണ് വേണ്ടത്? പരിശ്രമിക്കണം. വെറുതെ ഇരുന്നാൽ പോരാ, നീ അലംഭാവം നടിച്ചാൽ പോരാ. ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ നീ ആ അലംഭാവം കാണിക്കുന്നില്ല. വളരെ തുച്ഛമായ വിലക്ക് വാങ്ങേണ്ടുന്ന ഒരു കാര്യമാണ് എങ്കിൽ പോലും എവിടെയാണ് അത് ഏറ്റവും വില കുറഞ്ഞ് ലഭിക്കുക, ഏറ്റവും നല്ല നിലവാരമുള്ളത് എവിടെയാണ് കിട്ടുക എന്നന്വേഷിച്ചിട്ടാണ് നീ അത് വാങ്ങുക. എന്നാൽ ദീനിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം എന്താണ് നിനക്ക് ആ ശ്രദ്ധയില്ലാത്തത്? അവരങ്ങനെ പറയുന്നു, ഇവരിങ്ങനെ പറയുന്നു. എനിക്കിതിലൊന്നും തലയിടേണ്ട ആവശ്യമില്ല. ഈ രൂപത്തിലൊരു നിലപാട് ഉണ്ടായിക്കൂടാ. ഹിദായത്ത് അത് ലഭിക്കാൻ ശരിയായ വഴി, ശരിയായ മാർഗം അതേതാണെന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കണം സഹോദരങ്ങളെ. അതിനുവേണ്ടി അധ്വാനിക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നീ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ, ആത്മാർത്ഥമായി സത്യസന്ധമായി അതിനുവേണ്ടി പരിശ്രമിച്ചാൽ അള്ളാഹു ആ വഴി നിനക്ക് കാണിച്ചു തരുന്നതാണ്. അള്ളാഹു ആ വഴിയിലേക്ക് നിന്നെ നയിക്കുന്നതാണ്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. അള്ളാഹു പറഞ്ഞത് നോക്കൂ നിങ്ങൾ, വല്ലദീന ജാഹദൂ ഫീനാ, നമ്മുടെ വഴിയിൽ അധ്വാനിച്ചവനാരോ, നമുക്ക് വേണ്ടി നമ്മുടെ മാർഗത്തിൽ പണിയെടുത്തവനാരോ, ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ നന്മയുടെ വഴികളിലേക്ക് നാം അവനെ നയിക്കുന്നതാണ്. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, അള്ളാഹു നന്മ പ്രവർത്തിക്കുന്നവരോടൊപ്പമുണ്ട് അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഹിദായത്ത് നാം അന്വേഷിക്കുകയും പഠിക്കുകയും അതിലുറച്ചു നിൽക്കാൻ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണങ്ങൾ വിവരിച്ചത് നമുക്ക് കാണാം. നേരായ വഴിക്കുള്ള ഉദാഹരണം. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, ബിൽ മിസാൽ യത്തദിഹുൽ മഖാൽ. ബിൽ മിസാൽ യത്തദിഹുൽ മഖാൽ. ഉദാഹരണങ്ങളിലൂടെയാണ് വാക്കുകൾ ആളുകൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയായ വഴിക്ക് ഹിദായത്തിന് വിവരിച്ച 2 ഉദാഹരണങ്ങൾ 2 ഹദീസുകളിൽ വന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ 2 ഹദീസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ നമ്മെ ഉണർത്തിയ ഉന്നതമായ പാഠങ്ങൾ, അതിലൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിച്ചു തന്ന അനേകം ചിന്താർഹമായ പാഠങ്ങൾ പ്രിയ സഹോദരങ്ങളെ കഴിവും വിധം ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുക. നവാസ് ഇബ്നു സമആൻ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദറബല്ലാഹു മസലൻ സിറാത്തൻ മുസ്തഖീമ. അല്ലാഹു സിറാത്തും മുസ്തഖീമിന്, നേരായ ശരിയായ മാർഗത്തിന് അതാ ഉദാഹരണം വിവരിക്കുകയാണ്. വഅലാ ജംബതൈ സിറാത്തി സൂറാനി ഫീഹിമ അബ്വാബുൻ മുഫത്തഹത്തുൻ. ആ വഴിയുടെ 2 വശങ്ങളിലും ഓരോ ചുമരുകളുണ്ട്, ഓരോ മതിലുകളുണ്ട്. ആ മതിലുകളിൽ തുറന്നു വെച്ച വാതിലുകളുണ്ട്. ആ 2 മതിലുകളിലും വാതിലുകളുണ്ട്. നേരായ ആ വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള ആ ചുമരുകളിൽ വാതിലുകളുണ്ട്. എന്താണ് ആ വാതിലുകളുടെ പ്രത്യേകത? അത് മുഫത്തഹ, തുറന്നു വെക്കപ്പെട്ട മലർക്ക് തുറന്നിട്ടിട്ടുള്ള വാതിലുകളാണ്. പക്ഷേ വഅലൽ അബ്വാബി സുതൂറുൻ മുർഖാഹ്, ആ വാതിലുകളിൽ വിരിയിട്ടിട്ടുണ്ട്. അതിനപ്പുറത്തുള്ളത് എന്താണെന്ന് കാണാൻ സാധിക്കാത്ത രൂപത്തിൽ മുകളിൽ നിന്ന് ആ വാതിലിൻ്റെ മുകൾ ഭാഗം മുതൽ താഴ്ഭാഗം വരെ മറയുന്ന വിരിയിട്ടിട്ടുണ്ട്. ഉദാഹരണം ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ആ വാതിൽ തുറന്നിട്ടുണ്ട്, അതിന് വാതിലിട്ടടച്ചിട്ടില്ല, അത് പൂട്ടിയിട്ടില്ല, പക്ഷേ അതിന്മേൽ വിരികൾ വിരിച്ചിട്ടുണ്ട്. وعلى باب الصراط داع يقول يا أيها الناس ادخلوا الصراط جميعا ولا تتعرجوا. ആ നേരായ വഴിയുടെ മുന്നിൽ അതിൽ പ്രവേശിക്കുന്നിടത്ത്
അത് തുടങ്ങുന്നിടത്ത് ഒരു ദാഇയുണ്ട്, അതിലേക്ക് വിളിക്കുന്ന ഒരാളുണ്ട്. എന്താണ് ആ വിളിക്കുന്നവൻ പറയുന്നത്? യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഓ മനുഷ്യരെ, ഉദ്ഖുലുസ് സിറാത്ത ജമീഅൻ, നിങ്ങളെല്ലാവരും ഈ വഴിയിലേക്ക് പ്രവേശിക്കുക, ഈ മാർഗത്തിലേക്ക് കയറുക. വലാ തതഅറജു, നിങ്ങൾ വളഞ്ഞു പോകരുത്, തെറ്റിപ്പോകരുത്, ഈ ശരിയായ വഴിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. വദാഇൻ യദ്ഉ മിൻ ഫൗഖിസ് സിറാത്ത്, അതുപോലെ ആ വഴിയുടെ മുകളിൽ നിന്ന്, ആ നേരായ മാർഗത്തിൻ്റെ മുകളിൽ നിന്ന് വിളിച്ചു പറയുന്ന മറ്റൊരു ആ വഴിയിലൂടെ വിളിക്കുന്ന മറ്റൊരു ആൾ കൂടിയുണ്ട്. എന്താണ് ആ വിളിക്കുന്നയാൾ പറയുന്നത്? فإذا أراد يفتح شيئا من تلك الأبواب قال ويحك لا تفتحوا. ഈ വഴിയിലൂടെ പോകുന്ന ഒരാൾ ആ രണ്ട് ചുമരുകളിലുമുള്ള വാതിലുകളുടെ വിരി നീക്കാൻ ഉദ്ദേശിച്ചാൽ രണ്ടാമത്തെ വിളിക്കുന്നയാൾ പറയും, ഹേയ്, നീ അത് തുറക്കരുത്, അത് അപകടമാണ്, അത് നിന്റെ നാശത്തിലേക്ക് നയിക്കും, തുറക്കരുത് എന്ന് പറയും. فإنك إن تفتح تلجه, നീ അതിലേക്ക് ആ വിരി ഒന്ന് നീക്കാൻ ശ്രമിച്ചാൽ, ആ വിരി നീ മാറ്റിയാൽ നീ അതിനുള്ളിൽ കടന്നു പോകും എന്ന് താക്കീത് ചെയ്യുന്നയാളാണ് രണ്ടാമത്തെ ആൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വസ്സിറാത്തു അൽ ഇസ്ലാം, ഈ വഴി, ഈ നേരായ മാർഗം അത് ഇസ്ലാമാണ്. വസ്സൂറാനി ഹുദൂദുല്ലാഹ്, ആ രണ്ട് ചുമരുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അതിർവരമ്പുകളാണ്, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അതിർവരമ്പുകളാണ്, അതിനപ്പുറത്തേക്ക് കടക്കുക പാടില്ല. വൽ അബ്വാബുൽ മുഫത്തഹതു മഹാരിമുല്ലാഹ്, ആ തുറന്നു വെക്കപ്പെട്ടിട്ടുള്ള വാതിലുകൾ മഹാരിമുല്ലാഹ്, അള്ളാഹു ഹറാമാക്കിയ, അവൻ ലംഘിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പവിത്രമാക്കി വച്ചിട്ടുള്ള കാര്യങ്ങളാണ്. വദാലിക അദ്ദാഇ അലാ റഅസിസ് സിറാത്തി കിതാബുല്ലാഹ്, ആ വഴിയുടെ തുടക്കത്തിൽ അതിലേക്ക് പ്രവേശിക്കാൻ ജനങ്ങളെ എല്ലാവരും ഇതിലൂടെ കയറൂ, വളഞ്ഞു പോകരുത് നിങ്ങൾ എന്ന് പറയുന്ന ആ ദാഇ ആരാണ്? അത് കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബാണ്, ഖുർആനാണ്. വദ്ദാഇ മിൻ ഫൗഖിസ് സിറാത്ത്, അതുപോലെ അതിനു മുകളിൽ നിന്ന് വിളിക്കുന്ന മറ്റൊരാളുണ്ടെന്ന് പറഞ്ഞല്ലോ. അവാതിലുകളിലേക്ക് അതിൻ്റെ വിരി നീക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്, ഉള്ളിലേക്ക് കടന്നു പോകും, നശിച്ചു പോകും എന്ന് താക്കീത് നൽകുന്നയാൾ ആരാണ്? വാഇദുല്ലാഹി ഫീ ഖൽബി കുല്ലി മുസ്ലിമിൻ, അത് ഓരോ മുസ്ലിമിൻ്റെയും ഉള്ളിലുള്ള അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു ഉപദേശകനാണ്. ഓരോ മുസ്ലിമിൻ്റെയും ഹൃദയത്തിൽ ആ ഉപദേശകനുണ്ട്. ഹറാമു ചെയ്താൽ അവന് വേദന തോന്നിക്കുന്ന, തെറ്റായ കാര്യത്തിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ, അല്ല നീ ഇത് ചെയ്യരുത്, ഇത് നിനക്ക് യോജിക്കുന്നതല്ല എന്ന രൂപത്തിൽ അവനെ ഷർറിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കുന്ന, ഖൈറിലേക്ക് അവനെ എത്തിക്കാൻ ശ്രമിക്കുന്ന, ഖൈർ ചെയ്താൽ താല്പര്യവും സന്തോഷവും തോന്നുന്ന വാഇദുല്ലാഹി ഫീ ഖൽബി കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിൻ്റെയും ഹൃദയത്തിനകത്തുള്ള വിളിയാളമാണത്. നോക്കൂ നിങ്ങൾ പ്രിയ സഹോദരങ്ങളെ, ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ശ്രേഷ്ഠമായ മഹത്തരമായ ഒരു ഹദീസാണിത്. ഇതൊരാൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയാൽ വലിയ ഉപകാരമാണ് അയാൾക്കുള്ളത്. ഒരുപാട് മറ്റുള്ള അറിവ് ആവശ്യമില്ലാത്ത മറ്റൊരുപാട് അറിവുകളിൽ നിന്ന് ഇതാ ഈ ഹദീസ് ശരിയായി മനസ്സിലാക്കിയാൽ ഇത് മതി നിനക്ക് എന്നാണ് പണ്ഡിതന്മാർ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആലോചിക്കുക. പ്രിയ സഹോദര, നീ ചിന്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉദാഹരണമായി വിവരിച്ചിട്ടുള്ള വഴിയിലാണ് നീ ഉള്ളത്. നീ അതിലൂടെ സഞ്ചരിക്കുകയാണ്. അതാ ഇരുഭാഗത്തും ഹറാമുകളിലേക്കുള്ള വഴികൾ. ആ വഴികളാകട്ടെ അങ്ങോട്ട് കയറാൻ എളുപ്പമാണ്. അതിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടിട്ടില്ല, വെറും ചില മറകൾ, വിരികൾ മാത്രം അവിടെ വിരിച്ചിട്ടുണ്ട്. നീ അത് തള്ളിമാറ്റി അങ്ങോട്ടേക്ക് നോക്കാൻ, അങ്ങോട്ടേക്ക് നിന്നെ കൊണ്ടുപോകാൻ നിന്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അത് നോക്കൂ, അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കൂ, എന്താണെന്നറിയാമല്ലോ, നോക്കാമല്ലോ എന്നിങ്ങനെ ചിന്തകൾ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു. ശൈത്താൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഏതൊരുവനെയാണോ ഖറൂർ എന്ന് വിളിച്ചിട്ടുള്ളത്, അങ്ങേയറ്റത്തെ വഞ്ചകൻ എന്ന് അള്ളാഹു വിളിച്ചിട്ടുള്ളത്, അവൻ നിന്നെ അതിലേക്ക് കൊണ്ടുപോകാൻ, ആ വഴികളിലേക്ക് നിന്നെ തെളിച്ചു കൊണ്ടുപോകാൻ ദുഷ്പ്രേരണകൾ, വസ്വാസുകൾ നിന്റെ മനസ്സിലിട്ടു തന്നുകൊണ്ടേയിരിക്കുന്നു. സഹോദര, ഈ വഴിയിലാണ് നീ ഉള്ളത് എന്ന കാര്യം നീ മനസ്സിലാക്കുക, ചിന്തിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാതെ, ആ ഹറാമുകളിലേക്ക് പോകാതെ ഈ വഴിയിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ, പ്രിയമുള്ളവരെ, അവരെത്രമാത്രം കുറഞ്ഞ ആളുകളാണ്.
ഈ ലോകത്ത് അവരുടെ എണ്ണം അതെത്ര കുറവാണ്. വമാ അക്തറുന്നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. അല്ലാഹു പറഞ്ഞില്ലേ, ഓ നബിയെ, താങ്കൾ എത്ര തന്നെ താല്പര്യപ്പെട്ടാലും എത്ര തന്നെ താങ്കൾ ആഗ്രഹിച്ചാലും മനുഷ്യരിൽ അധിക പേരും അവർ യഥാർത്ഥ ഈമാൻ ഉൾക്കൊള്ളുന്നവരല്ല, അവർ യഥാർത്ഥ മുഅ്മിനുകളാകുന്നവരല്ല. അല്ലാഹു പറയുകയാണ്, പ്രിയമുള്ളവരെ, ഈ വഴിയിൽ എത്രമാത്രം നമ്മൾ ഉറച്ചു നിൽക്കുന്നുവോ അതിനനുസരിച്ചാണ് നാളെ പരലോകത്ത് അല്ലാഹു നരകത്തിന് മുകളിൽ നിശ്ചയിക്കുന്ന ആ സിറാത്തിന് മുകളിൽ കാലിടറാതെ, നരകത്തിലേക്ക് തെന്നിപ്പോകാതെ, ആ ജഹന്നമിൻ്റെ ആഴങ്ങളിലേക്ക് നീ പതിച്ചു പോകാതെ ആ പാലത്തിലൂടെ കടന്നു പോകാൻ, അവിടെ ഉറച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ നിന്നെ സഹായിക്കുക ഇതാ ഈ സിറാത്തിൽ, ദുനിയാവിലെ നേരായ പാതയിൽ നീ എത്രമാത്രം ഉറച്ചു നിൽക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും ആ വഴിയിലേക്ക് നമ്മെ നയിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് അനുസരിച്ച് അള്ളാഹുവിൻ്റെ കിതാബാണ്, ഖുർആനാണ്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഇത് രണ്ടും ശരിയായ വഴിയിലേക്ക് പ്രിയമുള്ളവരെ നമ്മെ വിളിക്കുന്നു. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന അസ്സാലിഹാത്ത്. അല്ലാഹു പറഞ്ഞില്ലേ, ഇതാ ഈ ഖുർആൻ ശരിയായ വഴിയിലേക്ക്, ഏറ്റവും നേരായ പാതയിലേക്ക് നയിക്കുന്നു, ഏറ്റവും ശരിയായ വഴിയിലേക്ക് നയിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ അനുസരിക്കുക. അല്ലാഹു പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. വമാ ആതാകുമുർ റസൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത്, ഫഖുദൂഹു, അത് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക, അത് നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക. വമാ നഹാകും അൻഹു, ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് എന്ത് വിലക്കിയോ, ഫൻതഹു, അതിൽ നിന്ന് മാറി നിന്നുകൊള്ളുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിക്കുക എന്നതാണ് ഈ വഴിയിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കുക. അതുപോലെ ഒരു മുഅ്മിനിൻ്റെ മനസ്സിൽ അവനെ തിന്മകൾ ചെയ്താൽ അവന് പ്രയാസമുണ്ടാക്കുന്ന കാര്യമുണ്ട്. അത് മുഅ്മിനിൻ്റെ ജീവനുള്ള ഹൃദയത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഈമാൻ തിന്മകളിലേക്ക് എത്തിപ്പെടുമ്പോൾ നമുക്ക് മനസ്സിൽ പ്രയാസമുണ്ടാക്കും. അതുകൊണ്ടാണ് മുഅ്മിനുകൾ അവരുടെ ഹൃദയത്തിലെ തിന്മകളോടുള്ള ഈ താക്കീതുകൾക്ക് വില കൊടുക്കണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതേസമയം ആ ഒരു തോന്നൽ നല്ല ഹൃദയമുള്ളവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചത്തുപോയ ഹൃദയങ്ങൾ, വമാലി ജുർഹിം ബിമയ്യിത്തിൻ ഈലാമു എന്നൊരു കവി പറഞ്ഞിട്ടുള്ളതുപോലെ, മയ്യിത്തിന് മുറിവ് എന്ത് വേദന ഉണ്ടാക്കാനാണ്. ചത്തുപോയ ഹൃദയങ്ങളിൽ പ്രിയ സഹോദരങ്ങളെ, തിന്മകളിലേക്ക് ചെല്ലുമ്പോഴോ അതിലാണ്ടാണ്ടു പോകുമ്പോഴോ വീണ്ടും വീണ്ടും ഹറാമുകൾ ചെയ്യുമ്പോഴോ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല, ഒരു ബുദ്ധിമുട്ടും അവന് തോന്നുകയില്ല. വലയ്യാദു ബില്ലാഹ്, ആ ഹൃദയമായി പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ സ്വന്തം ഹൃദയത്തെ ഓർത്ത് കരയുകയല്ലാതെ വഴിയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. തിന്മകളിൽ ആണ്ടാണ്ടുപോയാൽ പിന്നെ തിന്മകൾ ചെയ്യാൻ ഒരു പ്രയാസവും മനസ്സിലുണ്ടാവുകയില്ല. ആ പ്രയാസം നിനക്ക് തോന്നുന്നുണ്ടോ? അൽഹംദുലില്ലാ, ഖൈറാൻ. എങ്കിൽ നിന്റെ ഹൃദയത്തിൽ പ്രയാസമുണ്ടാക്കുന്ന ആ തിന്മയിൽ നിന്ന് നീ അകന്നു നിൽക്കുകയാണ്, മാറി നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തന്ന ഈ വഴിയിലുള്ളതുപോലെയാണ് നമ്മുടെ ജീവിതം. പ്രത്യേകിച്ച് ഇക്കാലത്ത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും ഹറാമുകൾ എന്തെളുപ്പമാണിന്ന്. മുൻകാലത്ത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ആളുകൾ വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഹറാമുകൾ ഇന്ന് ഒരു പ്രയാസവുമില്ലാതെ ആളുകളുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണിത്, റബ്ബിൻ്റെ പരീക്ഷണമാണ്. അവനെ കാണാത്ത നിലയിൽ, ആളുകൾ കാണാത്ത അവസ്ഥയിൽ ആരാണ് റബ്ബിനെ സൂക്ഷിക്കുന്നത് എന്നവൻ്റെ പരീക്ഷണമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇഹ്റാമിലുണ്ടായിരിക്കെ വേട്ടയാടരുത് എന്നൊരു കൽപ്പന വെച്ചിട്ടുണ്ട്. ഇഹ്റാമിലായിരിക്കെ മൃഗങ്ങളെ വേട്ടയാടാൻ പാടില്ല. എന്നാൽ അള്ളാഹു അതേക്കുറിച്ച് പറഞ്ഞത് കാണാം. അങ്ങനെ നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ അള്ളാഹു മൃഗങ്ങളെ മുന്നിൽ കാണിച്ചു തന്നുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ കൈ കൊണ്ട് എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന, നിങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട് വേട്ടയാടാൻ സാധിക്കുന്ന അത്രയും അടുത്ത് അവരെ കൊണ്ടുവരും. ആ മൃഗങ്ങളെ അള്ളാഹു കൊണ്ടുവന്ന് പരീക്ഷിക്കുമെന്ന്.
പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതാ ഹറാമുകൾ, നഗ്നതകൾ, അശ്ലീലങ്ങൾ നമ്മുടെ കൈയെത്തുന്ന ദൂരത്ത് ഇന്നുണ്ട്. സഹോദര, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ഈ ലോകം കടന്നുപോകും. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ ഇതാ ഈ പരീക്ഷണങ്ങളിലൂടെ നിന്നെ പരീക്ഷിക്കുകയാണ്. നീ റബ്ബിനെ ഭയന്നുകൊണ്ട് എൻ്റെ കണ്ണുകൾ ആരും കാണാതെ നോക്കുന്ന ഇടങ്ങൾ അറിയുന്നവനാണ് റബ്ബ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എൻ്റെ കൈകൊണ്ട് ആരും അറിയാതെ ഞാൻ സ്പർശിക്കുന്ന ഇടങ്ങൾ കാണുന്നവനാണ് റബ്ബ്, ഒരാളും കേൾക്കാത്തത് കേൾക്കുന്നവനാണ് റബ്ബ് എന്നറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇതാ ഇതുപോലുള്ള ശഹ്വത്തുകൾ, ഇതുപോലുള്ള ഹറാമുകൾ, ഹറാമായ സമ്പാദ്യവും ഹറാമായ പല കാര്യങ്ങളും പ്രിയമുള്ളവരെ നമ്മുടെ ഹിദായത്ത് നഷ്ടപ്പെടുത്തി കളയും, നമ്മുടെ ഹിദായത്ത് നഷ്ടപ്പെടുത്തി കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു ഹൃദയത്തെ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്താൻ. അതാ ഓരോ ദിവസവും എത്ര തവണയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാ ഇതുപോലുള്ള ശഹ്വത്തുകൾ, ഹറാമുകൾ പിന്നീട് നമ്മുടെ ദീൻ ഉപേക്ഷിക്കുന്നതിലേക്ക്, ദീനിനെ കുറിച്ച് തന്നെ സംശയങ്ങൾ ഉണ്ടാകുന്നതിലേക്ക്, അത് പിന്നീട് തികഞ്ഞ കുഫറിലേക്ക്, നിരീശ്വരവാദത്തിലേക്കെല്ലാം നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മൾ സൂക്ഷിക്കുക. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിനെയും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചീത്ത പറയുന്ന അവസ്ഥയിൽ വരെ എത്തിപ്പെട്ട പലരും അവരുടെ തുടക്കം അത് ഇതുപോലുള്ള തിന്മകളായിരുന്നു, വൃത്തികേടുകളായിരുന്നു. പിന്നീട് അവരുടെ ഹൃദയം ചത്തുപോകാൻ, അതിൽ ഹിദായത്തിൻ്റെ പ്രകാശമില്ലാതാകാൻ അത് കാരണമായി തീർന്നു. അതുകൊണ്ട് തുടക്കം അള്ളാഹുവിനെ സൂക്ഷിക്കുക. അവിരികൾ നീക്കാതെ നീ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇത് അല്പകാലം മാത്രമാണ്, വളരെ കുറഞ്ഞ കാലം, വളരെ കുറച്ചു കാലം അതുമാത്രമേ ബാക്കിയുള്ളൂ എന്നറിയുക. പ്രിയമുള്ളവരെ, ഈ ലോകം തന്നെ ഇതിനല്പം മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ച ആയുസ് വളരെ കുറച്ചാണ്. അതിലിന് ബാക്കിയുള്ളത് അതിനേക്കാളും എത്രയോ കുറച്ചു മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹു അവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്തിൻ്റെ ഉദാഹരണം വിവരിച്ച മറ്റൊരു ഹദീസാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്. ആ മഹാനായ സഹാബി പറയുന്നു, ഖത്ത ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ഖത്ത. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഞങ്ങൾക്കൊരു വര വരച്ചു കാണിച്ചു. ഒരു വര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു. സുമ്മ ഖാൽ, എന്നിട്ട് പറഞ്ഞു, ഹാദാ സബീലുല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ മാർഗമാണ്. സുമ്മ ഖത്ത ഖുതൂതൻ അൻ യമീനിഹി വഅൻ ശിമാലിഹി. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒറ്റ വരയുടെ, ആ നീളമുള്ള നേർരേഖയുടെ വലത്തും ഇടത്തും പല വരകൾ വരച്ചു. സുമ്മ ഖാൽ, എന്നിട്ട് പറഞ്ഞു, ഹാദിഹി സുബുൽ, ഇതെല്ലാം പല പല വഴികളാണ്. അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താനുൻ യദ്ഉ ഇലൈഹി, ഇതിലോരോ വഴിയിലും അതിലേക്ക് ക്ഷണിക്കുന്ന ഒരു ശൈത്താൻ ഉണ്ടായിരിക്കും, ഒരു പിശാചുണ്ട്. സുമ്മ തല, എന്നിട്ട് അവിടുന്ന് ഓതി, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉ സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. ഖുർആനിൽ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയാണ്. ഇത് എൻ്റെ മാർഗമാണ്, മുസ്തഖീമൻ, നേരായ മാർഗം, ഫത്തബിഊഹു, അതുകൊണ്ട് നിങ്ങൾ അത് പിൻപറ്റുക. വലാ തത്തബിഉ സുബുൽ, മറ്റുള്ള വഴികൾ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്, ശരിയായ വഴിയിൽ നിന്ന് നിങ്ങളെ വഴിതെറ്റിച്ചു കളയും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഹദീസിലെ ശ്രേഷ്ഠമായ പാഠം എന്താണ്? എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉദാഹരണം നോക്കൂ? അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈ കൊണ്ട് വര വരച്ച് സഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. എന്തിനാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയെല്ലാം ഈ വഴിയെക്കുറിച്ച്, ഹിദായത്തിനെ കുറിച്ച് പഠിപ്പിച്ചത്? കാരണം അത് അത്രയും പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ടാണ്. ഈ നേരായ വഴി അത് ഒന്നേ ഉള്ളൂ എന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. രണ്ടാമതൊന്ന് ഒരിക്കലും സിറാത്തും മുസ്തഖീമായി ഉണ്ടാവുകയില്ല, അതൊരൊറ്റ വഴിയാണ്. അതുപോലെ പ്രിയമുള്ളവരെ, അത് നേർരേഖയാണ്.
അതിനൊരു വളവോ തിരിവോ ഇല്ല, അതങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു പോവുകയില്ല. അത് നേരായ വടിയാണ്. അതിൻ്റെ ഒരറ്റത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ വിട്ടേച്ചു പോയത്. അതിൻ്റെ രണ്ടാമത്തെ അറ്റം സ്വർഗത്തിലാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഒരറ്റത്താണ് സഹാബത്തിനെ വിട്ടേച്ചു പോയത്. അതിൻ്റെ രണ്ടാമത്തെ അറ്റം ആരാണ് അതിലൂടെ വളഞ്ഞു പോകാതെ സഞ്ചരിക്കുന്നത്, അവൻ സ്വർഗത്തിനാണ് എത്തിച്ചേരുക. ആ വഴി ഇഖ്ലാസിൻ്റെ, തൗഹീദിൻ്റെ വഴിയാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക, അവൻ്റെ ഇബാദത്തിൽ മുന്നോട്ട് പോവുക. അബദ്ധം പറ്റിയാൽ, തെറ്റുപറ്റിയാൽ തിരുത്തുക, അതാണ് ആ വഴി. പ്രിയമുള്ളവരെ, ഈ രണ്ട് ഹദീസുകളിൽ, ഉദാഹരണങ്ങളിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ആരെങ്കിലും ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റിൻ്റെ വഴിയാണ് എന്ന് പറഞ്ഞ വഴിയിലേക്ക് പ്രവേശിച്ചു പോയാൽ, അതിലൊന്ന് കയറിപ്പോയാൽ പിന്നീട് ഒരിക്കലും അവനൊരു തിരിച്ചുവരവ് സാധ്യമല്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. മറിച്ച് വഴി തെറ്റിയാൽ റൂഹ് തൊണ്ടക്കുടിയിലെത്തുന്നതുവരെ അവന് തിരുത്താൻ അവസരമുണ്ട്, തൗബക്ക് അവസരമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താ വഖൈറുൽ ഖത്താഇന അത്തവാബൂൻ. ആദമിൻ്റെ മക്കളെല്ലാം, മനുഷ്യരെല്ലാം ധാരാളം അബദ്ധങ്ങൾ സംഭവിക്കുന്നവരാണ്. വഖൈറുൽ ഖത്താഇന അത്തവാബൂൻ, അബദ്ധം സംഭവിക്കുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നവരാണ്. അതുകൊണ്ട് ഈ വഴിയിലെങ്ങാനും ആരെങ്കിലും തെറ്റായ ഈ വഴിയിൽ വല്ലതിലും ഒരാൾ കടന്നുപോയാൽ അവനവസരമുണ്ട് തിരിച്ചു വരാൻ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുവാൻ. പ്രിയമുള്ളവരെ, ഹിദായത്ത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക. ഹിദായത്ത് എന്നാൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, ഹക്ക് അറിയലും അതിനനുസരിച്ച് പ്രവർത്തിക്കലുമാണ്. എന്താണ് ഹിദായത്ത് എന്നാൽ? നീ ഹക്ക് മനസ്സിലാക്കുക, സത്യമേത് ആ വഴി നീ അറിയുക, മനസ്സിലാക്കുക, പഠിച്ചെടുക്കുക, എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക. അതാണ് ഹിദായത്ത് എന്നാൽ. ആ അറിവ് നേടിയാലല്ലാതെ ഹിദായത്ത് ലഭിക്കുക സാധ്യമല്ല. കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും വിജ്ഞാനം, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വിജ്ഞാനം നേടിയാലല്ലാതെ ഒരാൾക്കൊരിക്കലും ഹിദായത്ത് നേടാൻ സാധ്യമല്ല. നോക്കൂ, നമ്മളെല്ലാം ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത് ഒന്നും അറിയാത്തവരായാണ്. അള്ളാഹു പറഞ്ഞു, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈഅ. അള്ളാഹു നിങ്ങളുടെ ഉമ്മമാരുടെ വയറ്റിൽ നിന്ന്, അവരുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു. ലാ തഅലമൂന ഷൈഅ, നിങ്ങൾ ഒന്നും അറിയാത്ത അവസ്ഥയിലായിരുന്നു. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ലഅല്ലക്കും തഷ്കുറൂൻ. എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് കാതും കണ്ണും ഹൃദയവുമെല്ലാം നൽകി അവനോട് നന്ദി കാണിക്കുവാൻ. ഒന്നും അറിയാത്ത നിങ്ങൾക്ക് അള്ളാഹു കണ്ണും കാതും ഖൽബും നൽകിയത് എന്താണ്? നീ നിന്റെ കാതുകൊണ്ട് സഹോദര നന്മ കേട്ടു മനസ്സിലാക്കാൻ, നിന്റെ കണ്ണുകൾ കൊണ്ടത് കണ്ടറിയാൻ, നിന്റെ ഹൃദയം കൊണ്ടത് ഗ്രഹിച്ചെടുക്കാൻ, അതിനുവേണ്ടി അള്ളാഹു ഇതെല്ലാം നിനക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ ആ ഹിദായത്ത് ഒരുവൻ ഉൾക്കൊണ്ടാൽ, അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ, നോക്കൂ നിങ്ങൾ, രണ്ട് ശരിയായ നന്മയുടെ വഴിയിലേക്ക് അവൻ എത്തിപ്പെട്ടിരിക്കുന്നു. ഒന്ന്, ഹിദായത്ത് അവൻ നേടി. രണ്ടവൻ ഹിദായത്ത് അനുസരിച്ച് പ്രവർത്തിച്ചു. ഒന്നാമത്തേത് ഹിദായത്ത് അറിയുക, രണ്ടാമത്തേത് ഹിദായത്ത് അനുസരിച്ച് പ്രവർത്തിക്കുക. റുഷ്ദ് എന്ന് പറയുക അതിനാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് അതിൽ എല്ലാവിധ പൂർത്തീകരണവും പൂർത്തിയാക്കിയത്. ഇത് ഒന്നൊരാൾക്ക് നഷ്ടപ്പെട്ടാൽ അയാൾ ദലാലത്തിലായി, അയാൾ വഴികേടിലായി. ആ വഴികേടിൽ അവൻ മുങ്ങിയാൽ, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവൻ ഹിവായത്തിലായി എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് നോക്കൂ, വന്നജ്മി ഇദാ ഹവ മാ ضل സാഹിബുകും വമാ ഗവ. അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, മാ ضل സാഹിബുകും, നിങ്ങളുടെ കൂട്ടുകാരൻ ദലാലത്തിലായി പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്തിലാണ്. വമാ ഗവ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗിവായത്തിലായി പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്ത് അറിഞ്ഞിട്ടുണ്ട്, നേർമാർഗം അറിഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുപോലെ ഏറ്റവും പരിപൂർണമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വഴിയിൽ എത്തിപ്പെടണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുക. സഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? വഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. നിങ്ങൾ എൻ്റെ സുന്നത്ത് പിൻപറ്റുക, എൻ്റെ ഖുലഫാഇൻ്റെ, എൻ്റെ പിൻഗാമികളായ സഹാബത്തിൻ്റെ വഴി പിൻപറ്റുക. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിശേഷിപ്പിച്ച രണ്ട് വിശേഷണങ്ങൾ നോക്കൂ നിങ്ങൾ. അർ റാഷിദീൻ, അൽ മഹ്ദിയീൻ. ഹിദായത്തുള്ളവരാണ് അവർ, സന്മാർഗം ആ അറിവ് നേടിയവരാണ്. അതുപോലെ റാഷിദീൻ, സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണവർ.
അവർ ദലാലത്തിലായി പോയിട്ടില്ല, അവരുടെ അറിവ് പിഴച്ചു പോയിട്ടില്ല, അവരുടെ പ്രവർത്തനവും പിഴച്ചു പോയിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പഠിക്കുക. നമ്മൾ ഈ ഹിദായത്തിൽ നിന്ന് നമ്മെ തെറ്റിച്ച് കളയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. 2 പ്രധാനപ്പെട്ട അപകടങ്ങൾ. ഒന്ന് ശുബ്ഹത്തുകളാണ്, മറ്റൊന്ന് ശഹ്വത്തുകളാണ്. എന്താണ് ശുബ്ഹത്തുകൾ എന്നാൽ? ദീനിനെ കുറിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങൾ, ബിദ്അത്തുകളെല്ലാം അതാണ് യഥാർത്ഥത്തിൽ. കുഫറിലേക്ക് ഒരുവനെ കൊണ്ടുപോകുന്ന ആശയക്കുഴപ്പങ്ങൾ. ദീനിൽ അതാ ഈ ഹദീസിൽ വന്നിട്ടുള്ള ഈ കാര്യം, ഇതെങ്ങനെ ശരിയാകും, അതെങ്ങനെ ശരിയാകും, ഇതെങ്ങനെ ശരി, ഈ രൂപത്തിൽ ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങൾ, ശുബ്ഹത്തുകൾ മനസ്സിലിട്ട് കൊടുക്കാൻ പിശാചും അവൻ്റെ ആളുകളും വളരെ വ്യാപകമായി മുൻകാലത്തെക്കാൾ അധികം ഇക്കാലത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ശുബ്ഹത്തുകൾ മനസ്സിൽ വന്നാൽ പഠിക്കുകയും തിരുത്തുകയും ചെയ്യുക. അള്ളാഹുവിനോട് അത് നീക്കിത്തരാൻ ദുആ ചെയ്യുക. രണ്ടാമത്തേത് ശഹ്വത്താണ്. എന്താണ് ശഹ്വത്തുകൾ എന്നാൽ? അത് നമ്മുടെ ആഗ്രഹങ്ങളാണ്. ഒരുവൻ്റെ സാമ്പത്തികമായ മോഹങ്ങൾ, അവൻ്റെ ലൈംഗികമായ ആഗ്രഹങ്ങൾ, ഇതെല്ലാം അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് ഒരുവൻ കൊണ്ടുപോയാൽ അതിലൂടെയും ഒരുവന് ഹിദായത്ത് നഷ്ടപ്പെട്ടു പോയേക്കും. അവൻ ഇസ്ലാം ഉപേക്ഷിക്കുന്നതിലേക്ക് അതും പിന്നീട് അവനെ കൊണ്ടെത്തിച്ചേക്കും. ഈ 2 കാര്യങ്ങൾ സഹോദരങ്ങളെ സൂക്ഷിക്കുക. നോക്കൂ നിങ്ങൾ, ശുബ്ഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് വേണ്ടത് യഖീനാണ്, ഉറച്ച വിശ്വാസമാണ്. അതെവിടെ നിന്ന് കിട്ടും? പഠിച്ചാലാണ് അത് ലഭിക്കുക. അതുപോലെ ശഹ്വത്തുകളിൽ നിന്ന്, ദുഷിച്ച മോഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അത് സബ്റാണ്, ക്ഷമയാണ്. അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കാനുള്ള ക്ഷമയാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, പരിശ്രമിച്ചുകൊണ്ടാണ് നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഹിദായത്ത് നന്നായി മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കുക. ശരിയായ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുക. നമ്മുടെ അതിൽ നിന്ന് വഴി പിഴപ്പിച്ച് കളയാൻ എപ്പോഴും പിശാച് പരിശ്രമിക്കുന്നുണ്ട് എന്ന ബോധത്തോടെ ജീവിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ശരിയായ വഴിയിൽ, ഹിദായത്തിൽ നമ്മെ ജീവിപ്പിക്കുകയും അതിലായി നമ്മെ മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഇസ്ലാമിലും സുന്നത്തിലുമായി നമ്മെ ജീവിപ്പിക്കുകയും അതിലായി നമ്മെ മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും അള്ളാഹുവിനോടുള്ള ധിക്കാരത്തിൽ നിന്നും മരണം വരെ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم ربنا توفنا مسلمين وألحقنا بالصالحين. وصلى الله وسلم على نبينا محمد.